الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് ആദ്യമായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറ, അതിൻ്റെ സമാപനത്തിലെ 3 ആയത്തുകളാണ് നിങ്ങൾ കൽപ്പിച്ചത്. നമുക്ക് ഏറെ സുപരിചിതമായ സൂക്തങ്ങളാണ്. ഈ സൂക്തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അവതരിപ്പിച്ച സന്ദർഭത്തിൽ ആദ്യകാല ഇസ്ലാമിക പ്രവർത്തകരായ സഹാബാക്കൾക്കുണ്ടായ ഒരു പ്രശ്നം വളരെ സുദീർഘമായി തന്നെ ഹദീസുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. وعن أبي هريرة رضي الله عنه قال, അബൂ ഹുറൈറയെ നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകൻ്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ലമ്മാ നസലത്ത് അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബില്ലാഹ്. ഈ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ച് കിട്ടിയപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അത് വളരെ വലിയ ഒരു പ്രയാസം ഉണ്ടാക്കുന്നതായി, വിഷമമുണ്ടാക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. ഇസ്തദ്ദ ദാലിക അലാ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഠിനമായി തോന്നിയെന്നാണ്. കാരണം അതിൽ പറയുന്ന സംഗതികളുടെ പ്രാധാന്യവും ഗൗരവവുമൊക്കെ
അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും മനസ്സിലായതുകൊണ്ടാണ് ഈ ആയത്ത് പ്രായോഗിക ജീവിതത്തിൽ പകർത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ് എന്നവർക്ക് തോന്നിയത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായിച്ചതിൻ്റെ പ്രയോഗവൽക്കരണമെന്ന്, ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് യു ഹാവ് റെഡ്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഖറഅ എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഖുർആൻ എന്ന വാക്കുണ്ടായത്. എന്താണ് ഖുർആൻ എന്ന് ചോദിച്ചാൽ എന്താണ് വായിച്ചത് അത് പ്രയോഗവൽക്കരിക്കണം, അപ്പോഴേ ഖുർആൻ ആവുള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് മുസ്ഹഫാണ്, കുറേ ഏടുകൾ. അതിൽ അറബി ലിപിയിൽ എഴുതി വച്ചിരിക്കുന്ന ഈ സംഗതിക്ക് ഒരു ആത്മാവുണ്ട്. യഥാർത്ഥത്തിൽ അവിടെയാണ് ഖുർആൻ്റെ ചൈതന്യം നിലകൊള്ളുന്നത്. നീ വായിക്കുക എന്ന് പറയുമ്പോൾ പ്രവൃത്തിയാണ്, വായിക്കണമെന്നാണ്. ഇഖ്റ. അപ്പോൾ വായിക്കാൻ അറിയാത്തതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു മാ അന ബിഖാരി, ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല എന്നാണ് ആദ്യത്തെ അർത്ഥം. മാ അന ബിഖാരി, ഞാൻ വായിക്കുന്നവനല്ല എന്ന് രണ്ടാമത്. വീണ്ടും പറഞ്ഞപ്പോൾ മാ അന ബിഖാരി, എന്താണ് ഞാൻ വായിക്കേണ്ടത്? എല്ലാം ഒരേ വാചകങ്ങളാണ്. അപ്പോൾ അവിടെ വായന എന്നതാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് യു ഹാവ് റെഡ്. എന്താണ് വായിച്ചത്? വായിക്കാൻ പറഞ്ഞ് വായിച്ചു, നടക്കാൻ പറഞ്ഞാൽ നടക്കണം, അതുപോലെ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണം, നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കണം. അങ്ങനെ ഓരോ സംഗതിയും ജീവിതത്തിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ ഈ ഖുർആൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭൂമിയിലെ ചലിക്കുന്ന ഖുർആൻ്റെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം കാന ഖുലുഖുഹു ഖുലുഖുൽ ഖുർആൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് മുഹമ്മദ് നബിയുടെ സ്വഭാവം എന്നത് ഖുർആൻ ആയിരുന്നു എന്ന്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സവിശേഷമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെ സംബന്ധിച്ചും ആദരവിനെ സംബന്ധിച്ചും കാരുണ്യത്തെ സംബന്ധിച്ചും സ്നേഹത്തെ സംബന്ധിച്ചും ഒക്കെ പറയുന്നതാണ്. അതായിരുന്നു പ്രവാചകന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വായിച്ചത് പഠിച്ചത് പ്രായോഗിക ജീവിതത്തിൽ പകർത്തി പോകും. അതിനാണ് 22 വർഷവും കുറേ മാസങ്ങളും കുറേ ദിവസങ്ങളും ഒക്കെ എടുത്തത്. നമ്മൾ റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 23 കൊല്ലം എടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥം ഒരു 16,000 ചില്ലാനും സെൻറ്റൻസുകളുള്ള ഒരു ഗ്രന്ഥം ഒറ്റയടിക്ക് അള്ളാഹുവിന് ഇറക്കി കൊടുക്കാം. അത് കാണാതെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാണാതെയല്ല, കണ്ട് മനഃപ്പാഠമാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, ഓരോ സംഗതിയും ഇറങ്ങുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ അതിൻ്റെ പ്രതിഫലനം പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പോഴേ അത് ഖുർആനാവുക എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഹദീസ്. വളരെ അത്ഭുതം തോന്നും. നമ്മൾ സാധാരണ റസൂലിൻ്റെ വാക്കുകൾ, റസൂല് അനുവദിച്ച സംഗതികൾ എന്നൊക്കെയാണ് പറയാം. ആ വാക്ക് തന്നെ ഉണ്ടായത് റസൂലിൻ്റെ അടുത്തുള്ള സഹാബിമാർ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എപ്പോഴും ഇരിക്കാൻ സൗകര്യം കിട്ടാതെ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ വഴിയിൽ വെച്ച് കണ്ടാലും അൽ ഹദീസ്, എന്താ പുതിയ വർത്തമാനം ചോദിക്കും, പുതിയ വാർത്ത എന്താന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു കൊടുക്കും ഇന്നത്ത് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഹദീസ് എന്ന ടെർമിനോളജി ഉണ്ടാവുന്നത്. ഹദസൽ ഖുർആൻ ഫി ഹയാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഖുർആൻ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചു, അതിനെയാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആൻ എന്ന് വേർവിട്ട ഒരു ഹദീസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹ് ചോദിച്ചു ഫബി അയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ഖുർആൻ തന്നെ ഖുർആനെ ഹദീസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് നിശ്ചയിച്ച ഒരു ശാരിയുണ്ട്, വഴി, അതാണ് ശരീഅത്ത്. അതൊരു പ്രത്യേകമായ ഒരു രൂപഭാവത്തോടു കൂടിയായിരിക്കും. ഹമ ഇൻ മസ്നൂൻ, സുന്നത്ത്, അതിൻ്റെ ഒരു രീതി, ചര്യ എന്നൊക്കെ പറയും. അപ്പോൾ ഖുർആനും ഹദീസും സുന്നത്തും ശരീഅത്തുമൊക്കെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളുടെ പ്രയോഗവൽക്കരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രായോഗികതയില്ലാത്ത ഹദീസുകളോ പ്രായോഗികമില്ലാത്ത ശരീഅത്ത് നിയമങ്ങളോ പ്രായോഗികതയിൽ പറ്റാത്ത ഖുർആനിക ആശയങ്ങളോ ഒരിക്കലും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നും അവർ കേൾക്കുമ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തിയിരുന്നു.
സൂറത്തുൽ ബഖറ പഠിക്കാൻ ഇബ്നു അബ്ബാസ് 6 വർഷം എടുത്തു എന്നാണ്. കാരണം അദ്ദേഹത്തിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ സംഗതികളും പ്രയോഗവൽക്കരിച്ചുകൊണ്ടാണ് സൂറത്തുൽ ബഖറ അദ്ദേഹം പഠിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ സംഗതി ലില്ലാഹി മാഫിസ് സമാവാതി മാഫിൽ അർദ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ അല്ലാഹുവാണ്. എല്ലാത്തിൻ്റെയും കൈകാര്യകർത്താവ് അല്ലാഹുവാണ്. അതാ പ്രശ്നം. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ അടക്കി വെച്ചാലും മറച്ചു വെച്ചാലും അല്ലെങ്കിൽ വെളിവാക്കിയാലും യുഹാസിബുക്കും ബില്ല, അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിചാരണ ചെയ്യും. ഫയഗ്ഫിർ ലിമൻ യശാ വയുഅദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ ഇഷ്ടമുള്ളവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആകാശഭൂമികളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ എന്ന് പറഞ്ഞ പ്രശ്നമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അത് നിങ്ങൾ വെളിവാക്കിയാലും കൊള്ളാം, അതല്ല പുറത്തു പറഞ്ഞാലും കൊള്ളാം, അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിചാരണ ചെയ്യും. ഇത് കേട്ടപ്പോൾ മനുഷ്യരാണല്ലോ, നമുക്കറിയാം നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, എന്തെല്ലാം ആശയങ്ങളാണ്, എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, എന്തെല്ലാം അഭിലാഷങ്ങളാണ്, എന്തെല്ലാം ഉദ്ദേശങ്ങളാണ്, എന്തെല്ലാം ദേഷ്യങ്ങളാണ്, എന്തെല്ലാം വൈരാഗ്യങ്ങളാണ്, എന്തൊക്കെ ദുഷ്ടചിന്തകളാണ് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുന്നതെന്ന് മറ്റാരോടും പോയി ചോദിക്കേണ്ടതില്ല, അവനവന് തന്നെ മനസ്സിലാകുന്നതാണ്. ഇത് ഇന്നത്തെ കാര്യം മാത്രമല്ല, അന്നും പ്രമുഖരായ സഹാബാക്കൾക്ക്, പരിശുദ്ധനായ പ്രവാചകന്റെ മുന്നിൽ ജീവിച്ച പ്രമുഖരായ സഹാബാക്കൾക്ക് പോലും ഇത് അനുഭവപ്പെട്ടപ്പോൾ അവർക്ക് ഈ ആയത്ത് വളരെ കഠിനതരമായി തോന്നി. ഫഅതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ അടുത്ത് അവരെല്ലാം കൂടി പാഞ്ഞു ചെന്നിട്ട് ഫഖാലു അയ്യാ റസൂലല്ലാഹ്, അവർ റസൂലിനോട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, കല്ലിഫ്നാ മിനൽ അഅ്മാലി മാ നുതിഖ അസ്സലാത്തു വൽ ജിഹാദു വസ്സിയാമു വസ്സദഖ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് നിർദ്ദേശിക്കുകയും അതെല്ലാം ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. നമസ്കാരം പോലെ, അതുപോലെ ജിഹാദ് പോലെ, അതുപോലെ സിയാം നോമ്പ് പോലെ, സദഖാത്ത് ധർമ്മം പോലെയുള്ള സംഗതികളൊക്കെ നിർദ്ദേശിച്ചു. നമസ്കാരം അല്ലാഹുവിൻ്റെ പ്രവാചകൻ നിർദ്ദേശിച്ചു, ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോമ്പ് നിർദ്ദേശിച്ച് അത് ചെയ്യുന്നുണ്ട്. അതുപോലെ സദഖ നിർദ്ദേശിച്ച് അത് ചെയ്യുന്നുണ്ട്. ചോര ചിന്തി ജീവൻ പണയം വെച്ച് ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞു, അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ട് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുത്ത് നിന്ന് ജീവിത വിജയം കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിയുമെന്ന് ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ യുഹാസിബുകും ബിഹില്ലാ എന്ന് അല്ലാഹു തആല പറഞ്ഞതിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ മനതാരിലുള്ള രഹസ്യ പരസ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്ത് രക്ഷാശിക്ഷാ വിധി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ ആയത്ത് അത് ഉൻസിലത് അലൈക ഹാദിഹിൽ ആയ വലാ നുതിഖുഹ, ഞങ്ങൾക്ക് യാതൊരു തരത്തിലും കൺട്രോളില്ലാത്ത, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ വികാരങ്ങൾ, മനസ്സിൻ്റെ തോന്നലുകൾ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിപ്പോണതാണ്, അവൻ ഉണ്ടാക്കണതല്ല. അധിക ചിന്തകളും ഉണ്ടായിപ്പോണതാണ്. അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ തോന്നലുകൾ, ഇങ്ങനെ വരുന്ന തോന്നലുകൾ അല്ലാഹു തആല പിടിച്ച് വിചാരണ ചെയ്യുന്നു പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവാചകരെ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയുക? കാരണം ഒരുപാട് തരം ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ, ഇത് തീരെ സഹിക്കാൻ പറ്റാത്തതാണ്, അസഹനീയമാണ് എന്ന് ഒരു സംഘം സഹാബാക്കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ചോദിച്ചു നേരം, അതുരീദൂന അൻ തഖൂലു സമഅനാ വഅസൈന, നിങ്ങൾ മുൻഗാമികൾ പറഞ്ഞതുപോലെ, അതായത് ജൂതന്മാർ അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്, നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിരിക്കുന്നു, പക്ഷെ ഞങ്ങൾ അനുസരിക്കുന്നില്ല, ഞങ്ങൾ ധിക്കാരം പ്രവർത്തിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു. അവർ പറഞ്ഞതുപോലെ നിങ്ങൾ പറയാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറയരുത്. പ്രവാചകനോട് പറയാ, അള്ളാഹു ഒരു നിയമം പറഞ്ഞപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന തോന്നലുമായി നിങ്ങൾ പാഞ്ഞു വന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? ഞങ്ങളിതെല്ലാം കേട്ടിരിക്കുന്നു, ഇത് ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റൂല എന്ന് പറയാനാണോ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ അങ്ങനെ പറയരുത്. ഖൂലു, നിങ്ങൾ പറയണം സമഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, എന്നിട്ട് ഞങ്ങൾ
അനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണ്, അനുസരിച്ചിരിക്കുന്നു. ഗുഫ്റാനക റബ്ബന വ ഇലൈക്കൽ മസീർ, ഞങ്ങളോട് നീ പൊറുക്കണ തമ്പുരാനെ, അപാകതകളുണ്ടാകും, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഫലമ്മ ഇഖ്തറഹൽ ഖൗം വദല്ലത് ബിഹാ അൽസിനതഹും അൻസലല്ലാഹു തആല ഫീ അത്രിഹ. അങ്ങനെ ജനങ്ങൾ സമഅന വതഅന ഗുഫ്റാനക റബ്ബന വ ഇലൈക്കൽ മസീർ എന്നത് നല്ലവണ്ണം പറഞ്ഞു പഠിച്ചപ്പോൾ, അവർക്ക് നാവിനത് വഴങ്ങി വന്നപ്പോൾ, അതിൻ്റെ അർത്ഥം അവർക്ക് ഹൃദയത്തിൽ തന്നെ നല്ല ഉറച്ചു വന്നപ്പോൾ, അവരുടെ മനപ്രയാസമൊക്കെ നീങ്ങി കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്, ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ തുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി വഖാലൂ സമഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രവാചകനും അയാളുടെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സത്യവിശ്വാസികളും അദ്ദേഹത്തിന് ഇറക്കി കൊടുത്തതിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി കുല്ലുൻ ആമന ബില്ലാഹ്, എല്ലാ ആളുകളും. ഇവിടെ ഖുർആനിലെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി മുതൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാർ മുതൽ പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും പഠിപ്പിച്ചു കൊടുത്ത ആ സംഗതികളെ സംക്ഷിപ്തമായിട്ട് അങ്ങോട്ട് പറയാം. ആമന ബില്ലാഹി, അല്ലാഹുവിലുള്ള വിശ്വാസം, റസൂലിഹി, അവന്റെ മുർസലുകളിലുള്ള വിശ്വാസം, കുല്ലും ആമന ബില്ലാഹി വ മലായികതിഹി, അവന്റെ മലക്കുകളുടെ അദൃശ്യ ശക്തികളായ മലക്കുകളുടെ വിശ്വാസം, വ കുതുബിഹി വ റസുലിഹി, എല്ലാ കിതാബുകളുടെ വിശ്വാസം, അതുപോലെ തന്നെ അവന്റെ പ്രവാചകന്മാരുള്ള വിശ്വാസം. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി, അല്ലാഹുവും പ്രവാചകനുമായിട്ട് എന്തെങ്കിലും ഒരു വേർതിരിവ് അവർ കൽപ്പിക്കില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും പ്രവാചകൻ മൂസ ഈസയുമായിട്ടോ ഈസ മുഹമ്മദുമായിട്ടോ ഒരു വേർതിരിപ്പ്, ഒരാൾ കൂടിയത് ഒരാൾ കുറഞ്ഞത്, ഒരാൾ അങ്ങനെയായി പോയി, ഇങ്ങനെയൊന്നും അവർ പറയില്ല. എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അവരെല്ലാവരും ഒരേ സംഗതിയാണ് പഠിപ്പിച്ചത്, ഒരേ സംഗതിയാണ് അവർ ജനങ്ങൾക്ക് നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ വിശ്വസിക്കുകയും, എന്നിട്ട് ഖാലു, ഇതെല്ലാം അവർ പറയുന്നു, അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, സമഅനാ വഅതഅന, ഞങ്ങളത് കേൾക്കുകയും മനസ്സിലാക്കുകയും അത് സ്വീകരിച്ച് അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഗുഫ്റാനക റബ്ബന വ ഇലൈക്കൽ മസീർ, അതായത് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞങ്ങളിലുണ്ടാകുന്ന അപാകതകൾ അതെല്ലാം നീ പൊറുക്കണേ തമ്പുരാനെ എന്ന് അവരിതാ പറഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവർ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം അവര് ജീവിതത്തിൽ ഇങ്ങനെ പകർത്താൻ തുടങ്ങിയപ്പോൾ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസഅഹ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം അടിമകളെ, ഒരാത്മാവിനോടും അതിൻ്റെ കഴിവിൽ അപ്പുറമുള്ള ഒന്നും ചെയ്യാൻ ഞാൻ കൽപ്പിക്കുന്നതല്ല. ഭയങ്കരമായ ആശ്വാസം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അത് ചെയ്യാനുള്ള കഴിവ് ആ കേൾക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടേത് പറയും. അത് നീതിയാണല്ലോ. ഒരു 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുപ്പിയിൽ ആരും 3 ലിറ്റർ ഒഴിക്കൂല, വെള്ളം ഒഴിച്ചു പോകും, കാരണം അതിനകത്ത് കൊള്ളൂല, നമുക്കറിയാം. അതുപോലെ തന്നെ ഓരോന്നിനും ഒരു കപ്പാസിറ്റി ഉണ്ടാവും, ഇത്ര ഭാരം വഹിക്കും എന്നുള്ള. 250 വോൾട്ടിന് നമ്മൾ 500 വോൾട്ട് അടിച്ചു കൊടുക്കൂല, അത് നശിച്ചു. അതുപോലെ മനുഷ്യന് മനസ്സിനും ശരീരത്തിനും ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു നിശ്ചിതമായ തഖ്ദീറുണ്ട്, കഴിവുണ്ട്. ആ കഴിവിനപ്പുറം യാതൊന്നും തന്നെ നാം കൽപ്പിക്കുകയില്ല. വളരെ ആശ്വാസകരമായ ബൃഹത്തായ മനുഷ്യനെ മൊത്തം സംരക്ഷണത്തിന്റെ ഒരു ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. കേൾക്കുന്ന എല്ലാവർക്കും യഥാർത്ഥത്തിൽ ആശ്വാസമാവും. എന്തൊക്കെ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തീർച്ചയായും ചെയ്യാനുള്ള കഴിവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് വേറൊരു സംഗതിയാണ്. പക്ഷെ ചെയ്യാനുള്ള കഴിവില്ലാത്തൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനോടനുബന്ധിച്ച് ഒരുപാട് ഹദീസുകളും വന്നു. മനുഷ്യ മനസ്സിലെ ദൗർബോധനങ്ങൾ, അതായത് ദുർചിന്തകൾ, മോശമായ ചിന്തകൾ, അതനുസരിച്ച് അവൻ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെ അവനെ പിടിക്കൂല, ശിക്ഷിക്കൂല. എൻ്റെ സമുദായത്തിലെ മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന ദുർചിന്തകളെല്ലാം അള്ളാഹു പുറത്തിരിക്കുന്നു. അതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയില്ല, അവരതനുസരിച്ച് പ്രവർത്തിക്കും വരേക്കും അല്ലെങ്കിൽ പറയും വരേക്കും.
അപ്പോൾ മനുഷ്യ മനസ്സിൽ പല തോന്യാസങ്ങളും തോന്നാം. അത് പരീക്ഷണാർത്ഥമാണ്. ആ തോന്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പാടില്ല. ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, സ്വാഭാവികമായ മനുഷ്യ മനസ്സ് ഇരട്ടി ഉപദ്രവം അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരുതരം വ്യഗ്രതയാണ് അവനിലുണ്ടാകുക. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആയത്തുമായി ഇറങ്ങും. ഖുർആൻ ഓർമ്മിപ്പിക്കും നമ്മളെ മനസ്സിനെ അങ്ങനെ ചെയ്യണ്ട. ക്ഷമ പാലിക്കുന്നവന് ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്ഷമ പാലിക്കുന്നവൻ. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് ഖലീഫയായിരുന്ന സമയത്ത് ഒരാൾ വന്നു. അദ്ദേഹത്തെ കാണാൻ അനുവാദം ചോദിച്ചു വന്ന ഒരാളാണ്. ഒരു ഗ്രാമീണനായ മനുഷ്യനാണ്. ഉമറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് വാങ്ങി കൊടുത്തത്. ഒരു രണ്ടുപേരും ഇങ്ങോട്ട് വന്നപ്പോൾ സലാം പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ, ഗ്രാമീണനായ മനുഷ്യൻ ഉമറിനെ കണ്ടുകൊണ്ടേ പറഞ്ഞു, താങ്കൾ ഖലീഫയാണ്, പക്ഷെ പാവങ്ങളായ ഞങ്ങൾക്ക് ഒന്നും തരുന്നില്ല എന്ന് എടുത്ത വാക്കിലേ പറഞ്ഞു. ഈ ഗ്രാമീണന്മാരങ്ങനെയാണ്, ബദുക്കള്. ഉമറിന്റെ ദേഷ്യം വന്നു, കൈകൊണ്ട് വലിച്ച് ഒരൊറ്റ അടിയാണ് കൊടുക്കുക. അപ്പോൾ മറ്റാൾ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഖാല അല്ലാഹു അസ്സ വജല്ല മിസ്ല ഹാദാ ഹാദാ. അള്ളാഹുവിന്റെ അമീറുൽ മുഅ്മിനീനെ അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വഅരിദാനിൽ ജാഹിലീൻ, വിഡ്ഢികളിൽ നിന്ന് നീ മാറി നിൽക്കുക, ഫസ്ബിർ, ക്ഷമ പാലിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ താത്തിട്ട്, ഇങ്ങനെ ഖലീഫയാണ് അദ്ദേഹം, നടന്നുപോയി. അപ്പോൾ ഖലീഫയായ ഉമർ അത് നീതിമാനായ ഒരു ഭരണാധികാരിയാണ്, ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രജ വന്നിട്ട്, ഒരു സിറ്റിസൺ, ഒരു പൗരൻ വന്നിട്ട് പറയാ, ഉമറെ കിട്ടണൊക്കെ നീ അടിച്ചളയാണ്, ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനുഷ്യ ദേഷ്യം പിടിച്ച് ഒരു അറ്റ അടിയായിട്ട് കൊടുക്കാൻ കൈ ഇങ്ങോട്ട് വലിക്കുക. അപ്പോൾ മറ്റേ ആള്, ഈ സംഭവം യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ സ്കൂളിൽ പഠിച്ച ഉമറിന് പോലും ഒരു പ്രത്യേക പ്രായോഗിക സന്ദർഭം, മൂപ്പരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പരാമർശം ഉണ്ടായപ്പോൾ പെട്ടെന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ അവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായും സാധാരണ നിലയിൽ വൈയക്തികമായ സംസാരങ്ങളിൽ, കച്ചവട ഇടപാടുകളിൽ, മീറ്റിങ്ങുകളിൽ, അതുപോലെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളുടെ നേരെ വിമർശനം ഉണ്ടാകുമ്പോൾ, ഈ വിമർശനം ഉണ്ടാകുമ്പോൾ തീരെ സഹിക്കൂല എന്നുള്ള ഭയങ്കരമായ കഠിനമായ വിമർശനം. ഈ വിമർശനം അസഹനീയമായി ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് മതപണ്ഡിതന്മാരിലാണ്. ഞാൻ വെറുതെ പറയണതല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. രാഷ്ട്രീയക്കാരെ വിമർശിച്ചാൽ പലപ്പോഴും അവർ അതങ്ങ് തള്ളിക്കളയലാണ്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എത്ര രാഷ്ട്രീയക്കാരുണ്ട്, എന്തെല്ലാമാണ് ഡെയിലി അവരെ കുറിച്ച് പത്രങ്ങളിലൊക്കെ വരണത്, കാർട്ടൂൺ വരണത്, ടി വികളിലൊക്കെ അവരെ എത്ര മോശമായി ചിത്രീകരിക്കുന്നത്. അതിനൊക്കെ അവർ ഇങ്ങനെ പ്രതികരിക്കാൻ നിന്നാൽ യഥാർത്ഥത്തിൽ ഓരോ ജീവൻ തന്നെ ഉണ്ടാവില്ല ആ കൊല്ലം. പക്ഷെ മതപണ്ഡിതന്മാര് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരു മൂലയിൽ ഒരു മയക്കം കെട്ടിയിട്ട് രണ്ട് ചീത്താണ്ട് പറഞ്ഞാൽ അടുത്ത ദിവസം അതിനേക്കാൾ വലിയ പണ്ഡിതനെ കൊണ്ടുവന്ന് 25 ചീത്ത പറയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. ഒട്ടും സഹിഷ്ണുതയില്ലാത്ത, ഒട്ടും സഹിക്കാത്ത, ഖുർആൻ ഈ കാര്യത്തിൽ ജീവിതത്തിന്റെ അടുത്തുകൂടിയും പോവാത്തത് ഈ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരാണ് എന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു ദുര്യോഗമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ജനങ്ങളെ നയിക്കേണ്ട മനുഷ്യന്മാര് ഓരോ ഹുക്കുമുകൾ പറഞ്ഞ്, ഓരോ കർമ്മശാസ്ത്രത്തിന്റെ നൂലാമലകൾ പറഞ്ഞ്, ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ലൈഫായ ഹദീസെല്ലാം പിടിച്ചിട്ടിട്ട് ഇങ്ങനെ അസഹിഷ്ണുത എഴുതിയും പ്രസംഗിച്ചും CD-ലാക്കിയും കാസറ്റിലാക്കിയും ഒക്കെ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഖുർആനുമായി യാതൊരു ബന്ധമില്ലാത്ത സ്വഭാവമുള്ളത് കൊണ്ടാണ് എന്നുള്ള. അപ്പൊ അവരുടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അല്ലഹൂറ്, സംഘടനയോടോ അല്ലെങ്കിൽ സ്വന്തത്തോടോ ആത്മപൂജ, എന്നെ ചീത്ത പറഞ്ഞാൽ അതിന് മറുപടി പറയല് അത് എന്റെ ബാധ്യതയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറും കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മക്കയിൽ ആദ്യകാലത്തെ ആ സന്ദർഭത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് റസൂലിന്റെ അടുത്ത് വന്നിട്ട് അബൂബക്കറിനെ ഇങ്ങനെ ചീത്ത പറയാ. അബൂബക്കറിനെ ഇങ്ങനെ ചീത്ത പറയാ, അബൂ ഖുഹാഫയുടെ മോൻ, നീയാണല്ലോ ഈ ചങ്ങാതിയെ ചീത്തയാക്കണത്. ഇയാളെന്തൊക്കെയോ ഞങ്ങളുടെ കുലദൈവങ്ങളെ ചീത്ത പറയുന്ന കുറെ സംഗതികളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. അതിന് നാട്ടിൽ പിന്തുണയില്ലാതെ നടന്നപ്പോ നിന്നെപ്പോലെ കുടുംബ മഹിമയുള്ള ആളുകൾ കൂടിക്കൊടുത്തിട്ടാണ് ഇയാൾ ചീത്തയൊക്കെ പറയുന്നത്, നിനക്ക് നാശമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അബൂബക്കർ ഒന്നും മിണ്ടിയില്ല, ഇങ്ങനെ കേട്ടിരിക്കുക. റസൂൽ ഇടപെട്ടിട്ട് തന്നെയില്ല, റസൂൽ ഇങ്ങനെ മിണ്ടായിരിക്കുക. അബൂബക്കർ ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് അബൂബക്കറിന്റെ വാപ്പൻ എന്നിട്ട് വിളിച്ച് അബൂ ഖുഹാഫയെ നല്ല 1ാം ക്ലാസ് ഒരു തെറിയായിട്ട് പറഞ്ഞു. അബൂ ഖുഹാഫ പറഞ്ഞപ്പോ അബൂബക്കറിന്റെ ചോരാണ് തിളച്ച് മോഡനെ മറുപടിയായിട്ട് പറഞ്ഞു,
മറുപടി പറഞ്ഞപ്പോ റസൂൽ പറയല്ലെന്നല്ല പറഞ്ഞത്, റസൂൽ മെല്ലെ എഴുന്നേറ്റാണ് പോയി. അപ്പൊ റസൂൽ എഴുന്നേറ്റ് പോയപ്പോ വല്ലാത്തൊരു വിഷമം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് പ്രവാചകരെ അങ്ങ് പൊയ്ക്കളഞ്ഞത് ചോദിച്ചപ്പോ, അവൻ നിന്നെ ചീത്ത പറയുമ്പോ നിന്റെ ചുമൽ ഭാഗത്ത് 2 മലക്കൾ നിന്ന് അവനോട് പറയാണ് നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നീ അവനെ ചീത്ത പറഞ്ഞപ്പോ അവന്റെ അടുത്തുള്ള പിശാച് നിന്റെ അടുത്ത് വന്നു നിൽക്കുന്നതാണ് കണ്ടത്. ആ മലക്കുകൾ അവിടെ നിന്ന് പോയി. അള്ളാഹുവിന്റെ പ്രവാചകന് പിശാചിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അബൂബക്കർ ഞാൻ പോയത്. പിശാച് അവിടെ ആരായി? അള്ളാഹുവിന്റെ പ്രവാചകന് പിശാചിനോടൊപ്പം ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പോയെന്ന്. ഇതൊരു ഭയങ്കര സംഭവമാണ്. അപ്പൊ നമ്മളെ ഒരാൾ ചീത്ത പറയുമ്പോ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ടാവുമെന്ന് ശരിക്കും പറയുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. അപ്പോ ജീവിതത്തിലെ ഓരോ സംഗതികളും നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമുക്ക് പറ്റാത്തതോ ചെയ്യാനാവാത്തതോ കഴിവില്ലാത്തതോ ഒന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. മാത്രമല്ല യുദാഫിഉല്ലാഹു അനില്ലദീന ആമനു, സത്യവിശ്വാസിക്ക് എപ്പോഴും അള്ളാഹു തആല പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കും, സത്യവിശ്വാസികളെ സഹായിച്ചുകൊണ്ടിരിക്കും, സത്യവിശ്വാസികളെ രക്ഷിച്ചുകൊണ്ടിരിക്കും, സത്യവിശ്വാസികളെ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കും, സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടിരിക്കും. സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ഒട്ടി നിൽക്കണം. അങ്ങനെ വരുമ്പോഴാണ് ആ ദൃഢമായ വിശ്വാസ പ്രഖ്യാപനത്തിൽ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി. ആ പറഞ്ഞതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊന്നും തന്നെ അധികം കൽപ്പിക്കുന്നതല്ല. എന്നിട്ട് അവരവസാനം ഇത് പറഞ്ഞു പഠിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് കൂടുതൽ വേണോ എങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ പറയാ. എന്നിട്ട് പറയാ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോ ലഹാ മാ കസബത്ത് വഅലൈഹാ മക്തസബ, നിങ്ങൾ ഓർത്തുകൊള്ളണം, ഒരാൾ ചെയ്യുന്ന നന്മയുടെ ഫലം അവന് തന്നെയുള്ളതാണ്, ഒരാൾ ചെയ്യുന്ന തിന്മയുടെ ഫലം അവൻ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു നയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ട് പറയാണ്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, പടച്ചവനെ ഞങ്ങൾ മറന്നു ചെയ്ത സംഗതികളെ ഒന്നും ആ കാര്യങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ പിടിക്കല്ലേ തമ്പുരാനെ. ഔ അഖ്തനാ, അല്ലെങ്കിൽ ഞങ്ങൾ തെറ്റിപ്പോയി അബദ്ധത്തിൽ ചെയ്തതൊന്നും നീ ഞങ്ങളെ കുറ്റവാളിയായി അതിന്റെ പേരിൽ കുറ്റവാളിയായി പിടിക്കരുത് എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തുനിന്ന് ഐ നഅം എന്ന് മറുപടി പറയും എന്നുള്ളതാണ്. അതായത് പിടിക്കൂല എന്ന് അല്ലാഹു തആല മറുപടി പറയും എന്നുള്ളതാണ്. പിന്നെ റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ. അത് 2 പാർട്ടായിട്ടാണ് അവതരിച്ചത്. അതായത് പടച്ച തമ്പുരാനെ മുൻഗാമികൾക്ക് നൽകിയിട്ടുള്ളതുപോലെ കഠോരമായ പരീക്ഷണങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകരുതേ. അങ്ങനെ സ്ട്രിക്റ്റായ നിയമങ്ങൾ നൽകിയിട്ട് ഞങ്ങൾ പാലിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കുറ്റവാളികളായ നിന്റെ മുന്നിലെത്തി പിന്നെ നരകത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നീ ഞങ്ങൾക്കുണ്ടാക്കരുതേ തമ്പുരാനെ എന്ന് പറയുമ്പോ ആകാശ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഐ നഅം, ഞാൻ പറയുന്നു തീർച്ചയായും അങ്ങനെ നാം ചെയ്യുകയില്ല എന്ന് പറയാ. എന്നിട്ട് വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ നീ പൊറുക്കണം. ഈ വഅഫു അന്നക്ക് പൊറുക്കണം എന്ന് മാത്രമല്ല, അതൊക്കെ നീ മറയ്ക്കണം. കാരണം അതെല്ലാം നീ രംഗത്ത് കൊണ്ടുവന്നാൽ അതിന്റെ പേരിൽ ഞങ്ങൾ അപഹാസ്യരാകും, അല്ലെങ്കിൽ അപമാനിതരാകും. അപ്പൊ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ സമൂഹത്തില് അപഹാസ്യരാകുന്ന അപമാനിതരാകുന്ന തലതാഴ്ത്തി പോകുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കാതെ അതൊക്കെ നീ മറക്കുകയും പൊറുക്കുകയും മറയ്ക്കുകയും ചെയ്യണേ തമ്പുരാനെ. നീ നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണേ തമ്പുരാനെ. നിഷേധികളായ ജനതയുടെ മേൽ ഞങ്ങൾക്ക് നീ സഹായം നൽകിക്കൊണ്ടിരിക്കണേ തമ്പുരാനെ എന്നൊരടിമ പറയുമ്പോ അതിനാം അതെ നാം അങ്ങനെ ചെയ്യാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ആയത്ത് ഇത് സൂറത്തുൽ ബഖറയിൽ ഒരുപാട് നാഗരിക നിയമങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും ഒടുവിലായി പറയുന്ന പ്രധാനപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളാണ്. ആ സാമ്പത്തിക ഇടപാടുകളുടെ ഒടുവിലാണ് ഈ ആയത്തുകൾ ചേർത്തിരിക്കുന്നത് എന്നത് വളരെ ഗൗരവമുള്ള സംഗതികളാണ്. കൊടുക്കൽ വാങ്ങലുകൾ, അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആയത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാഗരിക നിയമങ്ങളെ യഥാർത്ഥത്തിൽ ആത്മീയതയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്.
ഇസ്ലാമിലെ നാഗരികത, ഇസ്ലാമിലെ സമാധാനം, ഇസ്ലാമിക സംസ്കാരം ഭൂലോകത്ത് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അടിമയും ഉടമയും തമ്മിലുള്ള മഹോന്നതമായ, ഇഴപിരിയാത്ത, ഏറ്റവും ഉദാത്തമായ, ഉത്തമമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സത്യവിശ്വാസവും സാമൂഹ്യനീതിയും അതുപോലെയുള്ള സംഗതികളും സമാധാനവും ക്രമസമാധാന പാലനവും ഒക്കെ ഭൂമിയിൽ നടക്കുന്നത്. സർക്കാരുകളുടെ, ഗവൺമെന്റുകളുടെ മിടുക്കുകൊണ്ടോ പോലീസിന്റെ കഴിവുകൊണ്ടോ ഭരണകൂടങ്ങളുടെ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നീതിന്യായ വ്യവസ്ഥയുടെ ഇടപെടൽ കൊണ്ടോ അല്ല ഭൂമിയിൽ സമാധാനം നടക്കുക, ഭൂമിയിൽ സാമൂഹ്യനീതി നടപ്പാക്കുക, ഭൂമിയിൽ ഇസ്ലാമിക നാഗരികത ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നാഗരികത ഉണ്ടാവുന്നത് ഈ ജീവിത നിയമങ്ങളെ, ഈ ജീവിതത്തിന്റെ സൃഷ്ടാവായ തമ്പുരാനുമായി ബന്ധിപ്പിച്ച് ഒരു കൊടുക്കൽ വാങ്ങലിന്റെ അടിസ്ഥാനത്തിൽ അടിമ അവന്റെ കഴിവുകേട് ഉറപ്പിച്ചു പറഞ്ഞ് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് അവിടെ നിന്ന് റഹ്മത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നു, പൈശാചിക ദൗർബോധനങ്ങൾ നിറയ്ക്കുന്നു. അപ്പൊ അവന്റെ മനസ്സ് നേരെ പോകുന്നു, അവൻ ക്രിയേറ്റീവ് ആവുന്നു, അതായത് കർമ്മനിരതനാകുന്നു. അങ്ങനെ ഈ ദുന്യാവിൽ തന്നെ അവന് പുരോഗതി ഉണ്ടാകുന്നു, വളർച്ച ഉണ്ടാകുന്നു. അവിടെ നിയമങ്ങളുടെ പിൻബലമല്ല, യഥാർത്ഥത്തിൽ അള്ളാഹുമായിട്ടുള്ള സുദൃഢമായ ബന്ധത്തിന്റെ അനുരണങ്ങളാണ് ഭൂമിയിൽ സത്യവിശ്വാസത്തിന്റെ സംസ്ഥാപനത്തിനായി അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും മഹോന്നതമായ ഒരു സംഗതി അടിമയും ഉടമയും തമ്മിലുള്ള വളരെ ഹാർദവമായ ബന്ധമാണ്, നിസ്സീമമായ ബന്ധമാണ്, സഹായത്തിന്റെ ബന്ധമാണ്, സംരക്ഷണത്തിന്റെ ബന്ധമാണ്. എല്ലാത്തിനും കഴിവുള്ള, എല്ലാം അറിയുന്ന, എല്ലാം തരുന്ന, രായും പകലും എന്നെ സംരക്ഷിക്കുന്ന, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എനിക്ക് ഭക്ഷണം തരുന്ന, എന്നെ ചെവി തന്ന, കണ്ണ് തന്ന, കാല് തന്ന, കൈകൾ തന്ന, എന്റെ ശരീരത്തിൽ തന്നെ എനിക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ മഹാനാഥൻ, എനിക്ക് ഭാര്യയും മക്കളും തന്ന, അല്ലെങ്കിൽ ഭർത്താവും മക്കളും തന്ന, എനിക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ തന്ന, എനിക്ക് പാർക്കാൻ വീടുകൾ തന്ന, എനിക്ക് സ്നേഹിക്കാൻ ബന്ധുക്കളെ തന്ന, എനിക്ക് ഓമനിക്കാൻ ഒരുപാട് തന്ന, എനിക്ക് ചെയ്യാൻ കച്ചവടത്തിന് സൗകര്യം ചെയ്തു തന്ന, എനിക്ക് ഉദ്യോഗത്തിന് സൗകര്യം ചെയ്തു തന്ന, എന്റെ ബുദ്ധിശക്തിക്ക് കൂർമ്മത തന്ന, എന്റെ ഓർമ്മശക്തിയെ നിലനിർത്തി തരുന്ന, എന്തിനധികം ഓരോ നാനോ സെക്കൻഡിലും എന്റെ ശ്വാസോച്ഛ്വാസത്തിലൂടെ എന്നെ നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം ആകാശ ലോകത്തു നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ കാരുണ്യത്തിന് നന്ദിയോടെ അവനെ സ്മരിക്കണമെന്ന സത്യവിശ്വാസത്തിന്റെ ബോധം ഊട്ടിയുറപ്പിക്കുന്ന ഇഴപിരിയാത്ത ഒരു ആത്മബന്ധമാണ് സത്യവിശ്വാസത്തിന്റെ സമ്പൂർണമായ പ്രായോഗികവൽക്കരണം നടത്തുന്നത് എന്നുള്ള വളരെ ഗൗരവമുള്ള, ആഴത്തിലുള്ള ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ മറ്റൊരു സ്ഥലത്തെ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു സംഗതി, അടിമയും ഉടമയും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ബന്ധം, യഥാർത്ഥത്തിൽ നമ്മൾ കഴിവില്ലാത്തവരാണ്, നിസ്സഹായരാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ അത് അള്ളാഹു തന്നത് മാത്രമാണ്. അവൻ്റേത് അവൻ പറയുന്നത് പോലെ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ ബോധത്തിലാണ് മനുഷ്യന് വിനയമുണ്ടാകുന്നത്, അവന്റെ അഹങ്കാരമില്ലാതാകുന്നത്, അവന്റെ പൊങ്ങച്ചവും ധൂർത്തും തോന്നിയാസവും ഒക്കെ നശിച്ചു പോകുന്നത് ഈ ഉൾക്കാഴ്ചയിലാണ്. ഈ ഉൾക്കാഴ്ച ഇല്ലാതാവുമ്പോൾ അവന് ഞാൻ നാട്ടിൽ വലിയ ആളാണെന്ന് തോന്നും, ഞാൻ നാട്ടിലെ വലിയ വലിയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് തോന്നും. പക്ഷെ അതൊക്കെ പൈശാചിക ദൗർബോധനങ്ങളാണ് എന്നാണ്, താൽക്കാലികമായ ഭൗതിക താല്പര്യങ്ങളാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ മതാഉൽ ഖുറൂർ, ഐഹിക ജീവിതത്തിന്റെ ഇത്തരം ചിന്താഗതികൾ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ഏറ്റവും ഉദാത്തമായ, ഉത്തമമായ ബന്ധം സൂക്ഷിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ സൽബലങ്ങൾ ഭൂമിയിൽ പകർത്തുന്ന ഉന്നതരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നുഹ്സി സനാഅ കമാ സനൈത നഫ്സുഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാബ്, ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നിൽക്കുകയാണ്.
വഹയും കൊണ്ടാണ് സാധാരണ ജിബ്രീൽ വരാറുള്ളത്. പക്ഷെ ചില സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ പലപ്പോഴും നടത്താറുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു തന്നിട്ട് പോകണ പണി മാത്രമല്ല, വന്ന് റസൂലിനോട് സലാം പറയും, ചിലപ്പോൾ കുശലാന്വേഷണമൊക്കെ നടത്തും. അതൊക്കെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹം മദീനയിലോ മക്കയിലോ ഇവിടെ ഒരു മദീനയിലാണെന്ന് തോന്നുന്നു, ജിബ്രീൽ റസൂലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ജിബ്രീൽ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നാണ് ഹദീസിൽ പറയുന്നത്. ആകാശലോകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ്, പ്രവാചകരെ, ആകാശത്ത് ഇതുവരെ തുറക്കാത്ത ഒരു കവാടം തുറന്നിരിക്കുന്നു. ആ കവാടത്തിൽ നിന്നൊരു മലക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും വന്നിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രവാചകരെ, താങ്കൾക്ക് നൽകിയ 2 പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക. ആ പ്രകാശങ്ങൾ സൂറത്തുൽ ഫാത്തിഹയും അൽ ബഖറയിലെ ആമന റസൂലു ലാ യുകല്ലിഫുല്ലാഹ് എന്ന് പറയുന്ന 2 ആയത്തുകളാണ്. 2 പ്രകാശങ്ങൾ. ഈ 2 പ്രകാശങ്ങളെന്ന് പ്രത്യേകം എടുത്തു പറയുന്നതിന് കാര്യമുണ്ട്. ഈ ആമന റസൂൽ ഞാൻ വിശദീകരിച്ചു, നിങ്ങൾ കേട്ടു. സൂറത്തുൽ ഫാത്തിഹയിലും അത് തന്നെയാണ്. അടിമ ഉടമ ബന്ധമാണ്, സ്നേഹത്തിൻ്റെ ബന്ധം. മാതാവ് കുട്ടിക്ക് മുലയൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കര സംതൃപ്തിയായിരിക്കും. കുട്ടി ഇങ്ങനെ മാതാവിൻ്റെ കണ്ണിലേക്ക് നോക്കും, ചിരിക്കുകയും ചെയ്യും. മാതാവിന് വളരെ സന്തോഷമായിരിക്കും. ഇങ്ങനെ തല ഇങ്ങനെ തടയി കൊടുക്കും, ശരീരം തടയി കൊടുക്കും. തണുപ്പുണ്ടെങ്കിൽ കാലുകളൊക്കെ മൂടി വെക്കും. എത്ര കാരുണ്യത്തിലാണ് ആ സംഗതി ചെയ്യുന്നറിയാം. അതിനേക്കാൾ വളരെ വളരെ കാരുണ്യത്തിലാണ് അള്ളാഹുവിനോട് അവൻ്റെ അടിമ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അവനെ നോക്കിക്കാണുന്നത് എന്നാണ്. മനസ്സിലാവുണ്ടല്ലോ. അള്ളാഹുവിനോടൊരു അടിമ പറയാണ്, പടച്ച തമ്പുരാനെ, അല്ലാഹ് പറയൂ, എന്താ നിനക്ക് വേണ്ടിയത്? എൻ്റെ അടിമ എന്നെ മനസ്സിലോർത്താൽ ഞാൻ അവനെ മനസ്സിലോർക്കും. എൻ്റെ അടിമ എന്നെ സദസ്സിലോർത്താൽ ഞാൻ അവനെ അതിനേക്കാൾ ഉത്തമമായ സദസ്സിലോർക്കും. എൻ്റെ അടിമ ഒരു മുഴം എനിക്ക് ചാണം എടുത്താൽ ഞാനൊരു മുഴ എടുക്കും. ഒരു മുഴം എന്നെ എടുത്താൽ ഞാൻ അവനോടൊരു വാര എടുക്കും. എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. ആലോചിച്ചു. ആ രീതി ഭയങ്കരമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം. പ്രഭാതമായാൽ പ്രദോഷം വരെ തൗബയുടെ വാതിലും തുറന്നിട്ട് കാരുണ്യത്തിന് വേണ്ടി അടിമകളെ നാം വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. രാത്രിയായാൽ പ്രഭാതം വരെ തൗബയുടെ വാതിലും തുറന്നിട്ട്, നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വരൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുകൊണ്ടിരിക്കുന്നു. ആരാണ് റെഡിയാവുന്നത്, ആരാണ് തയ്യാറാവുന്നത് എന്ന് ഓരോ ദിനരാത്രങ്ങളിലും മലക്കുകളെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ ആമന റസൂൽ ഓതുമ്പോൾ ശരിയായ നിലയിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആരെങ്കിലും രാത്രിയിൽ ആമന റസൂല് ഹൃദയംഗമമായി ഓതിയാൽ അവനുള്ള സംരക്ഷണത്തിന് അത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ആലോചിച്ചോക്ക്. ആ ആമന റസൂലിൽ എല്ലാം ഉണ്ട്, എല്ലാ സംരക്ഷണവും അതിലുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. എവിടെന്നെങ്കിലും എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ ആ അപകടങ്ങളുടെ സൃഷ്ടാവായ തമ്പുരാനുമായാണ് എൻ്റെ ബന്ധം എന്നവൻ്റെ മനസ്സ് പറയുന്നു. നമ്മൾ എന്തിനെങ്കിലും പേടിക്കുന്നുണ്ടല്ലോ. രോഗത്തെ പേടിക്കുന്നവരുണ്ടാവും, ശത്രുക്കളെ പേടിക്കുന്നുണ്ടാവും, നിയമത്തെ പേടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും പേടിക്കുന്നുണ്ടാവും, ദാരിദ്ര്യത്തെ ഭയക്കുന്നുണ്ടാവും. അതിനെയൊക്കെ സൃഷ്ടിച്ച തമ്പുരാനുമായാണ് എൻ്റെ ആത്മാവ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന ദൃഢമായ ബോധ്യത്തോടെ ഇരിക്കുന്നവനെ ഒരിക്കലും ഒന്നും ബാധിക്കുകയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സൂറത്തുൽ ഫാത്തിഹയും ആമന റസൂലും നമുക്ക് കിട്ടിയിട്ടുള്ള മഹത്തായ 2 പ്രകാശങ്ങളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകിയ പ്രകാശം അദ്ദേഹം നമുക്ക് പകർന്നു തന്നിട്ട് പോയിരിക്കുന്നു. ആ പ്രകാശം ജീവിതത്തിന്റെ പ്രകാശമായി കൊണ്ടു നടക്കാൻ തയ്യാറുള്ളവരാരുണ്ട് എന്ന് ഓരോ വീട്ടിലുമുള്ളയും ഖുർആൻ നമ്മളോട് വിളിച്ചു ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മളോടാണ് ചോദിക്കുന്നത്, നമ്മളെ ഹൃദയത്തോടാണ് ചോദിക്കുന്നത്. നമ്മളെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മളെ പരിവർത്തിപ്പിക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ പര്യാപ്തമായ ആയത്തുകളുമായി ഖുർആൻ നമ്മളോട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളോ അതിൽ നകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങളാ, ഒരുപാട് താല്പര്യങ്ങളാ, ഒരുപാട് ഭൗതിക പ്രശ്നങ്ങളാ, എന്തൊക്കെയോ വാരി കൂട്ടാൻ വേണ്ടി, എന്തൊക്കെയോ നേടിയുണ്ടാക്കാൻ വേണ്ടി പാഞ്ഞോടുകയാണ്. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു നേട്ടവുമാവുകയില്ല. അത് ഈ ഹ്രസ്വമായ ദുന്യാവില് മിന്നാമിനുങ്ങിന്റെ പ്രകാശം പോലെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മനുഷ്യരെ, ഇങ്ങോട്ട് വരൂ, നാം ഇതാ കാത്തിരിക്കുന്നു എന്ന്
ആമന റസൂലും ഫാത്തിഹയും വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഓരോ വ്യക്തിയോടാണ്. ഇങ്ങനെ വ്യക്തിക്ക്, കുടുംബത്തിന്, സമൂഹത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ, സംരക്ഷണ ബോധം ഉണ്ടാകുമ്പോൾ, അതുപോലെ അവർക്ക് ഉറപ്പുണ്ടാകുമ്പോൾ സമൂഹത്തിൽ വളർച്ച ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും, നാഗരികതയുടെ സംസ്ഥാപനം നടക്കും. അല്ലെങ്കിൽ പിശാചിന്റെ സംസ്കാരത്തിന്റെ വിളയാട്ടമാണ് ലോകത്തിലുണ്ടാവുക. അതിന് ആധുനിക ലോകം സാക്ഷിയാണ്, സാക്ഷിയാണ്, സാക്ഷിയാണ്. ആധുനിക ലോകത്തിലെ പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, അവിടെയെല്ലാം പിശാചിന്റെ വിളയാട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് തരം ഞരമ്പ് രോഗികളാണ് ആളുകളായി വന്നിട്ടുള്ളത്, ആളുകളിലുള്ളത് എന്നുള്ളതാണ്. അത് പണ്ഡിതന്മാരിലും നേതാക്കന്മാരിലും സാധാരണക്കാരിലും കച്ചവടക്കാരിലും തൊഴിലാളിയിലും എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളിൽ ഉണ്ടാകുന്ന സാധാരണ ശാരീരിക രോഗങ്ങളുടെ ഇപ്പോൾ തന്നെ 10-60% മാനസിക പ്രശ്നങ്ങളാണ്, മനസ്സിന്റെ ദൗർബല്യങ്ങളാണ്, മനസ്സിന്റെ ബേജാറാണ്, മനസ്സിന്റെ പേടിയാണ്, അരക്ഷിത ബോധമാണ്. സുരക്ഷിതത്വത്തിന്റെ പാത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈവശമാണുള്ളത്. അവൻ നമ്മളെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. കേൾക്കാൻ സന്നദ്ധയുണ്ടോ? വാ സമഅനാ വഅതഅനാ എന്ന് മറ്റവർ പറഞ്ഞ അതേ അർത്ഥത്തിൽ ആദ്യകാല സഹാബക്കൾ ഹംസയും തൽഹയും സുബൈറും അബൂബക്കർ സിദ്ദീഖും അബ്ദുറഹ്മാൻ ബിൻ ഔഫൊക്കെ പറഞ്ഞ അതേ അർത്ഥത്തിൽ പറയാൻ ആർക്കാണ് കഴിയുക? അവർ അതിന്റെ സൽബലങ്ങൾ അനുഭവിക്കും. അത് ചരിത്രത്തിൽ കടന്നുപോയ ഉത്തമമായ ഉദാഹരണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം ചൂണ്ടി നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പൊ ഗൗരവമുള്ള ഈ സംഗതി, അത് അർഹിക്കുന്ന ഗൗരവത്തോടെ പഠിച്ച് സ്വന്തം ജീവിതം സംരക്ഷിതമാക്കാനും സുരക്ഷിതമാക്കാനും സമൂഹത്തിന്റെ ജീവിതം സുരക്ഷിതമാക്കാനും ശ്രമിക്കുക. കാരുണ്യവാനായ രാജതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർള അൻ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത്തി അസ്ഹാബി റസൂലുള്ളാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഭാര്യസന്താനങ്ങൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ ഇന്ന് മുന്നേ നിന്നിലെത്തിയ ആളുകളുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗം ശരിയാക്കാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് വസിയത്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകളും പറയാത്ത ആളുകളുമായ എല്ലാ രോഗികളുടെയും രോഗങ്ങൾ നീ ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ആശ്വാസവും സമാധാനം നൽകണേ തമ്പുരാനെ. അവരുടെ കുറവുകൾ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഒരുപാട് അപാകതകളും കുറവുകളുണ്ട്. പടച്ചവനെ, നീ ഞങ്ങളെ കുറവുകളെല്ലാം പരിഹരിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിപ്പിക്കണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ നീ പ്രവിശാലമാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. നിന്റെ ലിഖാ ഫിർദൗസിൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ അമാലുകളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ കൈവിടാതെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഖുർആൻ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ സാക്ഷികളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ റഹീമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല ഖൈറൽ ഖൈസിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.